പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും പൈൽസ് വരില്ല. എന്നാൽ നമ്മൾ എടുക്കുന്ന ഡയറ്റിൽ ആവശ്യത്തിന് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരികയും സ്ട്രെയിൻ ചെയ്യുകയൊക്കെ നമുക്ക് പൈൽസ് വരാം. അപ്പൊ നമ്മൾ എടുക്കുന്ന ഡയറ്റിൽ ആവശ്യത്തിന് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ മോഷൻ പാസിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആവുകയും സുഖകരമായിട്ട് മോഷൻ പാസ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം എത്ര ഗ്രാം ഫൈബർ കണ്ടന്റ് അടങ്ങിയുള്ള ഫുഡുകളാണ് കഴിക്കേണ്ടത്? നോർമൽ പറയുകയാണെങ്കിൽ ഒരു 25 ഗ്രാമിൽ കൂടുതലെങ്കിലും. കൃത്യമായ കണക്കെന്ന് പറയുമ്പോൾ ഓരോ 1000 കാലറിക്ക് 14 ഗ്രാം ഫൈബർ എന്നുള്ള അളവിലാണ് എടുക്കേണ്ടത്. ഓരോ 1000 കാലറി ബോഡിയിലെത്തും അതിൽ 14 ഗ്രാം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഉണ്ടായിരിക്കണം. ഇനി ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ മാത്രം കഴിച്ചാൽ മതി നമുക്ക് ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാം. ഒരിക്കലും ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ തൂക്കം അനുസരിച്ച് ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, പ്രൊഫൈലുണ്ട്, ഒന്ന് നോക്കാം. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാലും പ്രശ്നമുണ്ട്. നമുക്ക് വയറ് വീർത്ത് തരാം, ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാവും, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ആവശ്യാനുസരണം മാത്രം ഈ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളൊരു ഡയറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് വെയിറ്റ് ഗെയിൻ ചെയ്യാനാണെങ്കിലും ഫാറ്റ് ലോസ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഒരു ഡയറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ബാലൻസ് ഡയറ്റ്, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, ഫൈബർ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ടും പറ്റും.